ഓം ശാന്തി. പലപ്പോഴും അറിവുള്ള വലിയ ആളുകൾ നമ്മളോട് പറയാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പുതിയൊരു പ്രൊജക്റ്റ് നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ എല്ലാവരുടെ പറഞ്ഞറിയിച്ച് ചെയ്യാൻ നിൽക്കരുത്. ഒരു കാര്യം നമ്മൾ കേട്ടു, പഠിച്ചു, അറിഞ്ഞുവെങ്കിൽ അതിനെ സ്വന്തം ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അനുഭവിക്കുകയും അത് അനുഭവിച്ചതിൻ്റെ ആധാരത്തിൽ വിജയിയായിക്കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ ആ കാര്യം നിങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് ആദരവും റെസ്പെക്റ്റും തരും. അതേസമയം ചെയ്യാൻ പോകുന്നു, എനിക്കിങ്ങനൊരു ആശയം ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പങ്കുവയ്ക്കാൻ പോയാൽ അത് തടയാനും അതിനെ നെഗറ്റീവാക്കാനും പറയാനുള്ള ആളുകൾ ഒരുപാടുണ്ടാവും. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ പായസം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പബ്ലിസിറ്റി കൊടുത്താൽ കാട്ടിലെ വിഷപ്പാമ്പ് പോലും വിളിക്കാതെ വീട്ടിൽ വന്നു കയറും എന്ന് ഒരു ചൊല്ലുപോലെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യം, നല്ല കാര്യം ആരംഭിക്കുകയാണെങ്കിലും കുറേ ആളുകൾക്ക് അസൂയുള്ളവരുണ്ടായിരിക്കും, കുറേ ആളുകൾക്ക് അത് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അധികം ആളുകളും ഏതൊരു പ്രൊജക്റ്റും ഏതൊരു പ്ലാനും ഏതൊരു പദ്ധതിയും കൊണ്ട് ഞാനിത് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് ഷെയർ ചെയ്യാൻ പോയാൽ ആദ്യം തന്നെ ഒരു 100 കൂട്ടം നെഗറ്റിവിറ്റിയാണ് നിങ്ങളെ കവർ ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായി, ഒരാശയം കിട്ടി, ഒരു പ്ലാൻ തയ്യാറാക്കി, ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയെങ്കിൽ അതിനെ ആദ്യം തന്നെ സ്വന്തം ലൈഫിൽ അപ്ലൈ ചെയ്ത് അതിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി അതിന് വേണമെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഫെയിലിയറിനെ സക്സസ്സിലേക്ക് മാറ്റിയ ശേഷം തൻ്റെ സക്സസ് സ്റ്റോറി ആൻഡ് ആക്ഷൻ പ്ലാൻ രണ്ടും നിങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെച്ച് നോക്ക്. സമൂഹത്തിലെല്ലാവരും അവരെ ബുദ്ധിമാന്മാരെന്ന് പറയും. അതുപോലെ തന്നെ അവരെല്ലാവരും ആദരവുള്ളവരും റെസ്പെക്റ്റ് ഉള്ളവരായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്ലാൻ തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ, എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്തിട്ട് ആ അനുഭവവും അതിൻ്റെ ആക്ഷൻ പ്ലാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോളൂ. ഒരറിവും നമ്മൾ പകർന്നു കൊടുക്കേണ്ടാതിരിക്കേണ്ടതല്ല, എല്ലാം പകർന്നു കൊടുക്കാവുന്നതാണ്. പക്ഷേ ഒരു ജ്ഞാനം നമ്മൾ അറിയുമ്പോഴത്തേക്കും നമ്മൾ അനുഭവം ഇല്ലാതെ പറയാൻ പോകുമ്പോൾ ആളുകൾ നിങ്ങളെ പരിഹസിക്കാനും കുറ്റം പറയാനും കുറേ ആളുകളുടെ നെഗറ്റീവ് വൈബ്രേഷൻസ് കൂടി ആ കാര്യത്തിന് മുടക്കുണ്ടാക്കാനേ നോക്കുള്ളൂ. അതുകൊണ്ട് അറിയേണ്ടവർ അറിയുക, പറയേണ്ടവരോട് പറയുക. അല്ലാത്ത പക്ഷം നിങ്ങൾ സൈലൻസ് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. എപ്പോഴും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ആ സൈലൻസിൻ്റെ സുഖം അനുഭവിക്കുകയും ചെയ്യും. ഞാൻ ഈ സൈലൻസ് എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നതിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ചു സമയം മൗനത്തിൽ സമയം ചെലവഴിക്കുന്നതിന്. ഞാൻ ഒരുപാട് ആളുകളുടെ ജീവിത കഥ വായിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, അവർ രാവിലെ 8 മണി മുതൽ ദിവസവും മൗനം ആചരിക്കും. ചില ആളുകൾ സന്ധ്യയ്ക്ക് 6 മുതൽ 8 വരെ മൗനം ആചരിക്കും. ചില ആളുകൾ ഉറങ്ങാൻ പോകുന്നതിനേക്കാൾ 2 മണിക്കൂർ മുന്നേ മൗനം ആചരിക്കും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മൗനം ഒരു വലിയ സിദ്ധി തന്നെയാണ്. ഈ മുഖത്തിൻ്റെ മൗനം മാത്രമല്ല, മൊബൈലിനും മൗനം. വായ കൊണ്ട് മൗനമായിട്ട് മൊബൈലിലൂടെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പല പ്രോഗ്രാംസിലും ഞാൻ അങ്ങനെയും മൗനം എടുക്കുന്ന ആളുകളെ കാണാറുണ്ട്. നമ്മുടെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ മൗന സാധന ആരംഭിക്കും മുന്നേ ഞങ്ങൾ ആദ്യം പറയും, ആദ്യത്തെ മൗനം മൊബൈലിനാണ്. എല്ലാവരും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് അതിന് നമ്മൾ വാങ്ങി മാറ്റി വെച്ചിട്ടേ മൗന സാധന ആരംഭിക്കുള്ളൂ. അല്ലെങ്കിൽ 3 ദിവസം മൗന സാധനയ്ക്ക് വേണ്ടി വന്നവരായിരിക്കും. 3 ദിവസം വീട്ടിൽ പോകുന്നില്ല, ആരെയും കാണുന്നില്ല. നമ്മൾ മറ്റു കാര്യങ്ങളിൽ നിന്ന് ബിസി ചെയ്യാൻ മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ മനസ്സ് തന്നെത്താൻ പോയിട്ട് അവിടെ പോയിട്ട് ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, എന്താ സുഖം തന്നെയല്ലേ എന്നൊക്കെ മെസ്സേജ് അയക്കുന്നവർ. അതുകൊണ്ട് ആദ്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മൗനം എടുത്തുകൊണ്ട് ദിവസത്തിൽ കുറച്ച് സമയം നമുക്കൊപ്പം ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. അതിൻ്റെ പേരാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ടിങ് ടിങ് എന്ന് പറയുന്നത് കേൾക്കാൻ നിൽക്കരുത്. ആ സമയത്ത് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു, എന്തിനു നോട്ടിഫിക്കേഷനാണ് വന്നതെന്ന് നോക്കരുത്. പുറം ലോകത്ത് നിന്ന് നമ്മുടെ മനസ്സുകൊണ്ടും ശബ്ദം കൊണ്ടും കട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അങ്ങനെ നിങ്ങൾക്ക് 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പോട്ടെ, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങളുടെ ജീവിതം സക്സസ്സിലേക്ക് പോവും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ആരാണോ അത്തരത്തിൽ മൗനമായിരുന്നു കൊണ്ട്, എനിക്കൊപ്പം എൻ്റെ കൂടെ ഞാനിരുന്നു കൊണ്ട് എന്നെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്, എൻ്റെ കർമ്മങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി ഞാൻ സമയം കണ്ടെത്തുന്നത്, അവർക്ക് സ്വയം അവനവൻ്റെ കുറവുകളെ, നമ്മുടെ കയ്യിൽ നിന്ന് പറ്റുന്ന തെറ്റുകൾ എന്തെന്ന് തിരിച്ചറിയാനും അതിനെ മാറ്റാനും സാധിക്കുന്നുള്ളതാണ്. മൗനത്തിൽ മെഡിറ്റേഷനിലിരിക്കുന്ന സമയത്ത്
ഒരു കാര്യത്തിന് മനസ്സ് ശാന്തമായിക്കൊണ്ട് അതിൻ്റെ അഗാധ തലങ്ങളിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നമ്മുടെ മനസ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, മനസ്സിനെ മുറിപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ സമയത്ത് പൊന്തി വരും. നമുക്ക് മനസ്സിലാവും, ഓ ഇങ്ങനെ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ഈ നെഗറ്റീവ് ഫീലിങ്സിനെ ആ മെഡിറ്റേഷൻ്റെ മൊമെൻറ്റ്സിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡെയിലി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന നിങ്ങളുടെ മുറി, നീറ്റാക്കി വെക്കുന്ന മുറി പോലെ മനസ്സ് ഡെയിലി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി നിങ്ങൾക്ക് പുതുതായി തന്നെ സെറ്റപ്പോട് കൂടി തുടങ്ങാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മൗനം, പ്രത്യേകിച്ചും രാവിലെ നേരത്താണ് നിങ്ങൾക്ക് മൗനം എടുക്കുന്നതെങ്കിൽ, ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത് അത്തരത്തിൽ മൗനം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നവർ, ധ്യാനം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നവർ, മെഡിറ്റേഷൻ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്ന വ്യക്തികൾക്ക് ഒരു കാര്യം നടക്കുമ്പോൾ അതിനെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ ആ കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളെയും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. അവരുടെ റിയാക്ഷൻസ് കുറവായിരിക്കും, ആക്ഷൻസ് കൂടുതലായിരിക്കും. പ്രതികരണം കുറവായിരിക്കും, അതേസമയം അതിനോട് എതിർപ്പ് കുറവായിരിക്കും. പ്രോപ്പർ വേയിൽ ആ കാര്യത്തിന് പ്രതികരിക്കാനുള്ള ശക്തി അവരുള്ളിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ വളരെ സരളമായിക്കൊണ്ട് മല പോലെ വരുന്ന കാര്യത്തിന് മഞ്ഞു പോലെയാക്കി കളയാൻ, അല്ലെങ്കിൽ പർവ്വതം പോലെ വരുന്ന കാര്യത്തിന് പഞ്ഞു പോലെയാക്കി കളയാനുള്ള ശക്തി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കിട്ടും. ആ സൈലൻസിൻ്റെ ഒബ്സർവിങ്, അവനവൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നമ്മുടെ ശക്തികളെ ഉണർത്തിയെടുക്കാൻ, ഏതൊരു പവർ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആക്റ്റീവ് ആവണമെങ്കിലും ആദ്യം ആവശ്യം ശാന്തിയുടെ ശക്തിയാണ്. ശാന്തിയുടെ ശക്തി മീൻസ് മറ്റെല്ലാ കാര്യങ്ങളും സങ്കല്പങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് സ്വയം നമുക്കൊപ്പം ഇരുന്ന് നമ്മുടെ ഉള്ളിൽ പരിശോധിച്ച് നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ ആ ശാന്തിയുടെ ശക്തി കൊണ്ട് ഏത് സമയത്ത് ഏത് പവർ വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള ആ ജനറേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ സൈലൻസിൻ്റെ ശക്തി. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ജയിക്കാൻ വേണമെങ്കിൽ ആദ്യം ആവശ്യമാകുന്നത് എല്ലാ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ വിധം നമ്മളെ പ്രാപ്തമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് മൗനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. മൗനത്തിലിരിക്കുമ്പോൾ ആദ്യം ശരീരം, ഇന്നത്തെ ലോകത്ത് മാറ്റി പറയേണ്ടിയിരിക്കുന്നു കുറച്ചുകൂടെ, ആദ്യം പുറം ലോകത്തെ മീഡിയകളെ കട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും റിലാക്സ്ഡ് ആയിരിക്കുന്ന പൊസിഷനിൽ ഇരിക്കാൻ അനുവദിക്കണം. പതുക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കും അങ്ങനെ നമ്മുടെ ആത്മാവിൻ്റെ അഗാധ തലങ്ങളിൽ നിന്നതായിട്ട് ശക്തികളിലേക്കും ഗുണങ്ങളിലേക്കും യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. എങ്കിൽ നമ്മുടെ കാം മൈൻഡിൻ്റെ ഉള്ളിൽ നിന്ന്, എങ്ങനെയാണോ ഒരു തടാകം അതിൽ ഒരു അനക്കവും ഇല്ലാതെ കിടക്കുന്ന വെള്ളമാണെങ്കിൽ അതിൻ്റെ ആഴത്തിലുള്ള സാധനം പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ മെഡിറ്റേഷനിലൂടെ മനസ്സ് കാമായി മാറിക്കഴിയുമ്പോൾ അതിനുള്ളിൽ നല്ലതുണ്ടെങ്കിലും ചീത്തയുണ്ടെങ്കിലും വ്യക്തമായിട്ട് നമുക്ക് റിയലൈസ് ചെയ്യാനും നമ്മുടെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനും നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സമയവും സാഹചര്യവും അനുസരിച്ച് ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നേരിടുന്ന സംഘർഷങ്ങളുടെ പ്രതിഫലനങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ പോയി നെഗറ്റീവ് ഫീലിങ്സ് ആയി ഭാരമായി മാറിക്കൊണ്ട് നമ്മുടെ ഓർമ്മശക്തി ഇല്ലാതാക്കുക. ഇന്ന് മൊബൈൽ ഫോൺ വെച്ചത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടാവില്ല, ചാവി വെച്ചതാണെന്നോ എവിടെയാണെന്ന് ഓർമ്മയുണ്ടാവില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ആരെന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് മറവി രോഗം മനുഷ്യന്മാരെ ബാധിക്കുന്നതിൻ്റെ ഘടകം ഇത്തരത്തിൽ സ്വന്തം മനസ്സിനെ ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ദിവസവും കുറച്ച് സമയം മനസ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആ സൈലൻസിൻ്റെ പവറിലൂടെ സ്വയം ഉള്ളിലേക്ക് നോക്കി ആ ക്ലീനിങ് പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരവസ്ഥ ഒരിക്കലും ലൈഫിൽ ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു കാര്യം, പ്രോബ്ലത്തിന് സൊല്യൂഷൻ എങ്ങനെ കാണും, ഇത് പറയുമ്പോഴാണ് ഞാൻ ഓർത്തു പോകുന്നത്. ഒരു കർഷകൻ ഒരിക്കൽ തൻ്റെ കയ്യിൽ മനോഹരമായിട്ടൊരു വാച്ച്, അയാൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാച്ച് ഉണ്ടായിരുന്നു. അയാൾ ആ വാച്ച് കെട്ടി എല്ലാ പണിക്കും പോവാറുള്ളൂ. ഒരു ദിവസം കൊയ്ത്തൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വൈക്കോൽ കൂന എന്നൊക്കെ പറയുമല്ലോ, കൂട്ടിയിടാൻ വേണ്ടി വൈക്കോൽ കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് നോക്കുമ്പോൾ കൈമ വാച്ച് കാണുന്നില്ല. അയ്യോ എൻ്റെ വാച്ച് ഇവിടെ പോയി നോക്കി. അയാൾ അവിടെ മുഴുവൻ വൈക്കോൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് നോക്കി, വാച്ച് കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, തൊട്ടടുത്ത് കളിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടായി. ആ കുട്ടികളെ വിളിച്ച് പറയുകയാണ്, മക്കളെ എൻ്റെ വാച്ചൊന്ന് നിങ്ങൾ എടുത്തു തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റ് തരാമെന്ന് പറയുകയാണ്. കുട്ടികൾ ആവേശത്തോടെ വക്കോലിനെ എടുത്തു കുടഞ്ഞു ഒക്കെ നോക്കി, എന്നിട്ടും അവർക്ക് ആ വാച്ചിനെ കണ്ടെത്താനായില്ല. അപ്പോൾ ഒരു 10-15 വയസ്സാവാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള കുട്ടി വന്ന് പറയുകയാണ്, നിങ്ങളൊക്കെ കുറച്ച് സമയം മൗനമായിട്ടിരിക്കാൻ എന്നോട് സപ്പോർട്ട് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാച്ച് ഞാൻ വളരെ വേഗം കണ്ടെത്തി തരുമെന്ന് പറയും. അങ്ങനെ എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവൻ ആ വൈക്കോലിൻ്റെ അടുത്ത് പോയിട്ട് ചമ്രം പടിഞ്ഞിരുന്ന് സുഖാസനത്തിലിരുന്ന് കുറച്ച് സമയം സൈലൻ്റായിട്ടിരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ആ വാച്ചിൻ്റെ ടിക് 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 എന്നുള്ള ശബ്ദം കേട്ടു. അവൻ കറക്റ്റ്
കറക്റ്റായിട്ട് പോയിട്ട് ആ വാച്ച് എടുത്തുകൊണ്ട് കർഷകന് കൊടുത്തു. അപ്പോൾ കർഷകനാകെ അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്, ഞങ്ങളൊക്കെ തിരിച്ചും മറിച്ചിട്ട് ഈ വാച്ച് കണ്ടില്ലല്ലോ, നീ എങ്ങനെയാണ് കണ്ടത് എന്ന്. അവൻ ഉത്തരം പറയും, സൈലൻസിൻ്റെ ശക്തിയിലൂടെ കേൾക്കാത്ത ശബ്ദവും കേൾക്കാൻ സാധിക്കും എന്ന്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ടിക് ടിക് നിങ്ങൾക്ക് കേൾക്കണോ? കുറച്ച് സമയം സൈലൻ്റ് ആയിരുന്നേ പറ്റൂ. അവിടെ ആ ടിക് ടിക്കിൻ്റെ ഗതി കൂടിയോ കുറഞ്ഞോ പ്രോപ്പറാണോ നിങ്ങൾക്ക് പരിശോധിക്കണോ? സൈലൻ്റായിട്ട് നമ്മുടെ കൂടെ കുറച്ച് സമയം നിർബന്ധമായിട്ടും ചെയ്യണം. എന്നാൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും വൈകാരികമായി എടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ വളരെ നഷ്ടങ്ങളിൽ എത്തിക്കും. ഒരു കാര്യത്തിന് യുക്തിയുക്തമായി കൊണ്ട് വേണ്ട പ്രോപ്പറായിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ തീരുമാനം എടുക്കണോ, ഡിസിഷൻ എടുക്കണോ, ആ പവർ നിങ്ങൾക്ക് കൂടാനും ഒറ്റ കാര്യം നിർബന്ധമാണ്, സൈലൻസിൻ്റെ ശക്തിയിലൂടെ മനസ്സിനെ ക്ലീൻ ചെയ്യാൻ പറ്റണം. ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ബേസ് എന്ന് പറയുന്നത് ക്ലാരിറ്റി ഓഫ് മൈൻഡാണ്. മനസ്സിനുള്ള യുദ്ധം, മനസ്സിനുള്ള ദ്വന്ദ്ം നമുക്ക് ഒഴിവാക്കാൻ പറ്റണം. അതിനൊരു വിധിയേ ഉള്ളൂ, സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക. അതുകൊണ്ട് മൗനം അനുഷ്ഠിക്കുന്ന അഥവാ തൻ്റെ ജീവിതത്തിൽ അവനവൻ്റെ ഒപ്പിരിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുന്ന, ധ്യാനത്തിനും സ്വന്തം പഠനത്തിനും സമയം കണ്ടെത്തുന്ന ആളുകളാണ് ജീവിതത്തിൽ ഹൈറ്റ്സിലേക്ക് പോവാറ്. ഇത് ആർക്കും വില കൊടുത്തു വാങ്ങേണ്ട ഒന്നല്ല, ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒന്നുമല്ല. ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശ്വരൻ തന്ന നിധിയാണ്, ഉപയോഗിക്കാം. ഉയരങ്ങളിലേക്ക് നമുക്ക് പറക്കാം. നിങ്ങൾക്കങ്ങനെ പറക്കാൻ സാധിക്കട്ടെ. ഈ ശക്തിയെ, ഈ സുഖത്തെ നിങ്ങൾക്കും അനുഭവിക്കാനാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.